ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ചേമ്പ് കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചേമ്പ് നന്നായി വേവുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ചേമ്പ് വേവുന്ന സമയം കൊണ്ട് തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ജീരകവും കൂടിയുള്ള പേസ്റ്റ് തയ്യാറാക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 5-6 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചേമ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ബോയിലായി വന്നിട്ടുണ്ട്. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്നത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് കടുക് വറുത്ത് ചേർക്കേ വേണ്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്പ് കറി ഇവിടെ റെഡിയാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.